ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പിസ്താഷ്യൽസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലാവൻഡർ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. ഞാൻ കുറച്ച് പിസ്താഷ്യൽസ് എടുത്തിട്ടുണ്ട്, അതുപോലെ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംബൂ സ്റ്റിക്സും എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഓരോ പിസ്താഷ്യലുകളായിട്ട് നമുക്ക് ഈ ബാംബൂ സ്റ്റിക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ഷെല്ല് ഒട്ടിച്ച ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വേറൊരു പിസ്താഷ്യലും കൂടെ നമുക്ക് ഒട്ടിച്ച് ചേർക്കാം. ഇതേ ഒരു പ്രൊസീജിയറിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം ഒട്ടിച്ച ലെയറിൻ്റെ താഴേക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള ഷെൽസ് കൂടെ ഒട്ടിച്ചിട്ട് വരാം. വളരെ കൺജസ്റ്റ് ആയിട്ട് ഒട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് സ്പേസ് കൊടുത്ത് ചെയ്യുമ്പോഴാണ് ആ ലാവൻഡർ ഫ്ലവറിൻ്റെ ഒരു ലുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് തന്നെ ഓരോരോ ഷെൽസായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 ലെയർ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെൽസ് മാത്രമാണ് നമ്മൾ ഓപ്പോസിറ്റ് ഒട്ടിക്കുന്ന സമയത്ത് 2 എണ്ണമായിട്ട് ഒട്ടിക്കേണ്ടി വരിക. അതിൻ്റെ താഴേക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 3 എണ്ണം വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാലാണ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ ഇവിടെ ലാവൻഡർ ഫ്ലവറിൻ്റെ ബേസൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതാകെ 7 സ്റ്റിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മുഴുവനും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ചിലത് ഞാൻ വളരെ കൺജസ്റ്റ് ആക്കിയാണ് ഒട്ടിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കൺജസ്റ്റ് ആക്കി ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നല്ലോണം ഫില്ലായിട്ട് സ്പേസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഷെൽസ് ഒട്ടിച്ചെടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് സ്പേസ് വിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്സാണ് ഇവിടെ ലാവൻഡർ ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലാവൻഡർ ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് വയലറ്റ് ആൻഡ് വൈറ്റ് അക്രിലിക് കളേഴ്സാണ്. ഓരോ ഫ്ലവറും ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് വൈറ്റിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാവൻഡർ സ്റ്റിക്കിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ടിൽ ഡാർക്ക് കളർ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കളർ ചെയ്യുന്നത്. താഴെ നിന്നും 2-3 ലെയർ ഡാർക്ക് ഷെയ്ഡാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ എല്ലാ സ്റ്റിക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റുള്ള ലെയേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇനി നെക്സ്റ്റ് ഈ ഡാർക്കിൽ നിന്നും ഇത്തിരി ലൈറ്റ് ആകുന്ന രീതിയിൽ ഇത്തിരിയും കൂടെ വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ നെക്സ്റ്റ് ലെയർ ചെയ്യുന്നത്. അതും ഒരു 2-3 ഷെല്ലിൻ്റെ ലെയർ നമ്മൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആ ഒരു ടോപ്പ് ഭാഗം വരുന്നത് വരെ നമ്മൾ കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ലൈറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ബാംബൂ സ്റ്റിക്കിൻ്റെ പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം പാർട്ടിന് നമുക്ക് ഗ്രീൻ കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മാസ്കിൻ്റെ ടൈപ്പ് എടുത്ത് ഇതുപോലെ 2 കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഫോൾഡ് ചെയ്ത ശേഷം 2 കമ്പികളും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതൊരു ലീഫിൻ്റെ സ്ട്രക്ചറിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലീഫിൻ്റെ ബേസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ലീഫ് നമുക്ക് ഗ്രീൻ അക്രിലിക് കളർ വെച്ചിട്ട് കളർ ചെയ്തിട്ടെടുക്കാം. എല്ലാ ലീവ്സും റെഡി ആയ ശേഷം ഇതുപോലൊരു തെർമാക്കോളിൽ ഞാനത് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാവൻഡർ സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ ലീവ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലാവൻഡറിന് 2 ലീഫ് എന്ന രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. കൂടുതൽ ലീവ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഒട്ടിച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയായി. അപ്പോൾ ഫസ്റ്റത്തെ ലീഫ് ഞാനിത് ഒരു ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 2ാമത്തെ ലീഫും കൂടെ വെച്ചിട്ട് വീണ്ടും ഗ്രീൻ ടാപ്പ് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സ്റ്റിക്കും നമ്മൾ ലീവ്സ് വെച്ചിട്ട് ഗ്രീൻ ടാപ്പ് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 4 ലീവ്സ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, 2 ലീവ്സ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ലീവ്സിൻ്റെ എണ്ണം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ലീവ്സ് വന്നാൽ കൂടുതൽ ഭംഗിയായി. ഇനി ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെയ്സ് വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പഴയ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വെയ്സ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനിതാ ഓരോ ഫ്ലവേഴ്സായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ആർക്ക് വേണമെങ്കിലും ഈസിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരുപാട് ഹോം ഡെക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.